നമസ്കാരം. ഇന്ത്യയിലെ സർവകലാശാലകൾ എടുത്തു നോക്കിയാൽ വാർത്തകളിൽ എന്നും ഇടം പിടിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാല. നിരന്തര സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ഒരിടം കൂടിയാണ് JNU. JNUവിൽ ഒരു അസാധാരണമായ നീക്കത്തിനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഇടതുപക്ഷ വിദ്യാർത്ഥികൾ ഒരിക്കൽ ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ JNUവിൽ ഹിന്ദു മത പഠന കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഹിന്ദു മതം, ബുദ്ധമതം, ജൈനമതം എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള പഠനമായിരിക്കും ഈ കേന്ദ്രത്തിൽ നടക്കുക. ഇവ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് സർവകലാശാല വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. 2024 മെയ് 29 ചേർന്ന എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം ഇത് അംഗീകരിച്ചു. സ്കൂൾ ഓഫ് സംസ്കൃതം ആൻഡ് ഇന്ത്യൻ സ്റ്റഡീസിന്റെ കീഴിലാണ് ഈ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. ഇതിനു മുമ്പ് ഡൽഹി സർവകലാശാലയിലും ഹിന്ദു പഠന കേന്ദ്രം സ്ഥാപിച്ചിരുന്നു. ഇതിന് കീഴിൽ ബിരുദാനന്തര ബിരുദ കോഴ്സ് ലഭ്യമാണ്. ഉടൻ തന്നെ ബാച്ചിലേഴ്സ് ബിരുദവും നടപ്പാക്കാൻ പദ്ധതിയുണ്ട്. മാത്രമല്ല, ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് ബുദ്ധമത പഠനത്തിനായി ഇതിനകം ഒരു കേന്ദ്രമുണ്ട്. അതേസമയം ബുദ്ധമതത്തിലെ അഡ്വാൻസ് സ്റ്റഡീസ് സെന്റർ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 35 കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ചിരുന്നു. യുവാക്കൾക്കിടയിൽ ഇന്ത്യൻ മതങ്ങൾ, വിഭാഗങ്ങൾ, ചരിത്രം, സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള പഠനം ജനകീയമാക്കുന്നതിനാണ് ഈ നടപടി സ്വീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.